ജാലക്കാരി മായ ജാലക്കാരി. സായി അബ്യങ്കാറിന്റെ ഈ ഒരു സോങ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആസ് എ ഫിലിം കമ്പോസർ എന്നുള്ള നിലയിൽ ആൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു സിനിമ കണ്ടത്. പക്ഷേ ഈ സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊരു തമിഴ് മലയാളം കലർന്ന ഒരു സിനിമയാണ്. അതായത് തമിഴ്നാടിനും കേരളത്തിനും ഇടയിലുള്ള ഒരു ബോർഡറിൽ നടക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു തമിഴാളം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് തമിഴും ഉണ്ട് മലയാളവും ഉണ്ട്. അതായത് തമിഴ് സംസാരിക്കുന്നവരുമുണ്ട് കഥാപാത്രങ്ങളായിട്ട്, അതുപോലെ മലയാളം സംസാരിക്കുന്ന കഥാപാത്രങ്ങളും ഉണ്ട്. പിന്നെ ഒരു സ്പോർട്സ് മോഡിലാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഈ സ്പോർട്സ് മോഡ് പറഞ്ഞപ്പോഴാണ് ഇതുപോലെ ജോഷി സാർ സംവിധാനം ചെയ്ത ഒരു പഴയ സിനിമയുണ്ട്, നിവിൻ പോളി, അങ്ങനെ യങ്സ്റ്റേഴ്സ് ആണ് ആ സിനിമയും അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് അതേ സെയിം സാധനമൊന്നല്ല, അതിലും ഒരു സ്പോർട്ടിങ് സ്കിൽസ് ഉള്ള കുറെ ആളുകൾ അവരൊന്ന് ട്രാൻസ്ഫോം ആവുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു സിനിമയാണ്. എന്നാൽ ഇതിനകത്തും അതേ സെയിം സെറ്റപ്പാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു കുറെ സിമിലാരിറ്റീസ് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് എൻറ്റയർലി ഡിഫറെന്റ് കോൺസെപ്റ്റ്, എൻറ്റയർലി ഡിഫറെന്റ് സ്റ്റോറി ടെല്ലിംഗ്, എൻറ്റയർലി ഡിഫറെന്റ് കഥ തന്നെയാണിത്. സായി അബ്യങ്കാർ ആസ് എ ഫിലിം കമ്പോസർ ഹി ഹാസ് ഡൺ ഹിസ് ബെസ്റ്റ്. ഇതിന്റെ ഇൻട്രോ സോങ് എന്ന് പറയുന്നത് നല്ല രസമാണ്. ബൾട്ടി ബൾട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നേച്ചർ സായി അബ്യങ്കാർ സ്കോറിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ഫൈറ്റ് സീക്വൻസുകൾ വരുമ്പോഴത്തേക്ക് ഫൈറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. ഫൈറ്റും സിനിമാറ്റോഗ്രാഫിയും. ഫൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളി ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ പിടിച്ചിട്ടുണ്ട്. അതെനിക്ക് അത്രത്തോളം ഒരു സുഖം തോന്നിയില്ല. കാരണം നമുക്ക് ഈ ഒരു എൻറ്റയർ ഒരു റോ വില്ലേജ് സെറ്റപ്പിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ ഒരു വെസ്റ്റേൺ സാധനം കയറി വന്നപ്പോഴത്തേക്ക് ചെറിയൊരു അരോചകമായിട്ട് തോന്നി. അതത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളിക്ക് എന്നത് മനസ്സിലായെന്ന് തോന്നുന്നു. പുള്ളി ആ ഒരു മോഡങ്ങ് മാറ്റി പിടിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സിനിമ എൻഡ് ചെയ്യുന്ന പോർഷനിലൊക്കെ എത്തുമ്പോഴത്തേക്ക് പക്ക തമിഴ് സിനിമയിൽ കാണുന്ന അതേ സെറ്റപ്പിലാണ് പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ അനിരുദ്ധൊക്കെ ചെയ്തു വയ്ക്കുന്ന ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലൊന്നും അല്ല. പുള്ളിയുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈലിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. കുറെ AR റഹ്മാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ്. കാരണം പുള്ളിയുടെ ഈ സൗണ്ടിങ് പെർക്കഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആരും ട്രൈ ചെയ്യാത്ത ഒരു സ്റ്റൈലിലാണ് പുള്ളിയുടെ കമ്പോസിഷൻസ് എല്ലാം. ഇപ്പൊ ഈ ഒരു ജാലക്കാരി എന്നുള്ള പാട്ടായിരുന്നു തന്നെ തുടക്കത്തിലേ അത് ഹിറ്റ് ആകത്തില്ല. ഇപ്പൊ AR റഹ്മാന്റെ പല പാട്ടുകളും എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, തുടക്കത്തിൽ നമുക്ക് ഇതെന്തോന്ന് തോന്നും. പക്ഷെ അത് കേട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളിന്ന് അങ്ങനെ വിട്ടുപോകാത്ത വിധത്തിൽ അത് നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരും. അപ്പൊ അതൊരു എക്സ്പെരിമെന്റൽ കമ്പോസിഷൻ സ്റ്റൈലാണ്. എനിവേ ഇദ്ദേഹവും AR റഹ്മാന്റെ ശിഷ്യഗണങ്ങളിൽ പെടുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു യുണീക്നെസ്, പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ യുണീക്നെസ് പുള്ളിയുടെ സംഗീതത്തിലും. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഇപ്പൊ ഓരോരോ പാട്ടുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇറക്കുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, എല്ലാം ഹിറ്റുമാണ്, അല്ലെങ്കിൽ ട്രെൻഡിങ് ആണ് ആ സോങ്സ് എല്ലാം. അപ്പോൾ ആ ഒരു ബേസിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എന്തായാലും അദ്ദേഹം ഇതിനകത്ത് നന്നായിട്ടത് മുതലാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കൊറിയോഗ്രാഫി പ്ലസ് സിനിമാറ്റോഗ്രാഫി ഇത് രണ്ടും കൂടെ ഉള്ള ഒരു ബ്ലെൻഡിങ്ങും അത് സിങ്കായി കിട്ടിയപ്പോഴത്തേക്കുള്ള ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഓരോരോ ഷോർട്സിലും ഫൈറ്റ് സീക്വൻസിലായിരുന്നാലും ഇതിന്റെ ഇൻട്രോയിൽ ഓരോരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഫൈറ്റും സെയിം ടൈം അവർ ആ ഗെയിമിലേക്കും കൂടെ ട്രാൻസിഷൻ ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് കുറെ ട്രാൻസിഷൻ എഫക്ട്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നത്. അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് കുറെ ഗുണ്ട സെറ്റപ്പും ഗുണ്ട തലവന്മാരുണ്ട്. അത് ലോക്കൽ സെറ്റപ്പാണ്, പക്ഷേ എങ്കിലും അവിടുത്തെ ഗംഭീരമായിട്ടുള്ള തലവന്മാരാണ്. അതിലൊന്നാണ് നമ്മുടെ അൽഫോൺസ് പുത്രൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. ഇടയ്ക്ക് വെച്ചിട്ട് കണ്ട് അൽഫോൺസ് പുത്രന് എവിടെ കോൺഫിഡൻസ് കുറവായിട്ട് ഇതിനകത്തൊന്ന് സ്വിച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചെന്നൊക്കെ ഇതിന്റെ പ്രൊഡ്യൂസർ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ആളുടെ കയ്യിൽ സേഫ് ഹാൻഡ്സ് തന്നെയായിരുന്നു ആ ഒരു ക്യാരക്ടർ. പിന്നെ എവിടെയൊക്കെ ഒരു കാരിക്കേച്ചർ ടൈപ്പായിട്ടാണ്, ഭയങ്കര ഒരു വില്ലൻ്റെതായിട്ടുള്ള ഒരു മാസ്കുലാനിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ വേഷവും ആ ഒരു സ്റ്റൈലും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു കാരിക്കേച്ചർ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് ആ ക്യാരക്ടറിന് പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ വൈഫ് പൂർണിമ, അതും ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ധനുഷിന്റെ ബ്രദർ സെൽവരാഘവൻ ഗംഭീരമായിട്ടുണ്ട്. പുള്ളിയുടെ തുടക്കത്തിൽ ആളിനെ ആദ്യം ഫസ്റ്റ് ഷോട്ടിൽ ആളിനെ കാണിക്കുമ്പോഴേ നമുക്കറിയാം ഇയാളുള്ളൊരു കൊടൂര വില്ലൻ ഉറങ്ങുന്നതല്ല ഉണ്ട്. ആ ഫസ്റ്റ് ഷോട്ടിലെ ഉണ്ട്. ആൾ വളരെ തന്മയത്വത്തോടു കൂടിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെനാരിയോ ഒക്കെ ആയിരുന്നാലും നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിൽ നിന്നാണ് ഇതിനകത്തുള്ളൊരു അൾട്ടിമേറ്റ്ലി ഹീ ഈസ് ദ മെയിൻ വില്ലൻ എന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അത് അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമൊക്കെ ഇയാളുടെ പെർഫോമൻസ് ഗംഭീരമാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഈ ആക്ഷൻ കോറിയോഗ്രാഫി ആയിട്ടുള്ള ബ്ലെൻഡ് അത് വേറൊരു സൈഡിൽ അത് സൂപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനകത്തുള്ള നൈറ്റ് ഷോട്ട്സിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റിങ്, പൊതുവേ ഞാൻ പറഞ്ഞ കണക്കൊരു റോ ഫോമാറ്റിലുള്ള ഒരു തമിഴ് പടം അതിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഈ സിനിമ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഡയറക്ടർ തമിഴാണോ എന്ന് സംശയമുണ്ട്. ആളിനെ സ്റ്റോറി റൈറ്റ് ചെയ്യുന്നിരിക്കുന്നതിൽ തിരക്കഥ TD രാമകൃഷ്ണനും പുള്ളിയും കൂടെ ചേർന്നാണ്. അപ്പോൾ ഉണ്ണി ശിവലിംഗം ആൾ മിക്കവാറും ഒരു തമിഴിയനായിരിക്കാൻ സാധ്യതയുണ്ട്. ക്യാമറാമാൻ അലക്സ് ജെ പുളിക്കൽ ഗംഭീരം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് നൈറ്റ് ഷോട്ട്സ് ഒക്കെ പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.
അത് പൊതുവേ ഈ മോഡിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ജോൺറയിൽ വരുന്ന തമിഴ് പടങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ പോലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഇതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും ഒക്കെ. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ അതും എടുത്തു പറയേണ്ടതാണ്. അതായത് ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് നമ്മളങ്ങ് ഹുക്ക് ചെയ്തിടും. അതായത് ആ ഒരു വേൾഡ് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം, ഈ ഒരു എക്കോസിസ്റ്റത്തിനകത്താണ് ഈ സംഭവം നടക്കുന്നതെന്നുള്ള അതിനകത്തേക്ക് നമ്മളങ്ങ് ഇന്നാവും. അപ്പോൾ അത് സെറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈനിങ് ആ ഒരു ഏരിയയുടെ ഒരു ക്രെഡിറ്റ്സ് ആണ്. പിന്നെ ഷെയ്ൻ നിഗമിൻ്റെ ക്യാരക്ടർ, ആൾ നല്ല ഗംഭീരമായിട്ട് ഈ കഥാപാത്രത്തിനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഷെയ്ൻ നിഗം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 3 ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ടാണ് ഈ സിനിമ പോകണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്യാരക്ടറിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലും വളരെ സിമ്പിളായിട്ടാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ സെയിം ടൈം കുറച്ചൊരു ലീഡ് ഷെയ്നിലാണ് പോണത്, ആ ഒരു കഥാപാത്രത്തിനാണ് പോണത്. ഇവർ 4 കൂടെ ചേർന്ന ഒരു കബഡി ടീമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഓരോരോ ആക്ടേഴ്സിൻ്റെയും എഫേർട്ടാണ് ഈ സിനിമയുടെ ഒരു സക്സസ്. ഞാൻ ഈ പറഞ്ഞ കണക്ക് ആക്ഷൻ കോറിയോഗ്രഫിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും മറിഞ്ഞടിച്ച് വീഴേണ്ടതും കുറേ ഡൈവൊക്കെ എടുക്കേണ്ടതുമായിട്ടൊക്കെ റിയലായിട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി മെത്തയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒത്തിരി പണിയെടുത്തിട്ടുണ്ട്. ഈ കബഡി നടക്കുന്ന മാറ്റ് അവർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഡയലോഗ് കണ്ട് പറയുന്നുണ്ട്, ഇത് മാറ്റിൽ കളിക്കുന്ന കണക്കല്ല, അത് ഫൈറ്റിൻ്റെ ഇടയിൽ പറയുന്നൊരു ഡയലോഗാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു റബ്ബറൈസ്ഡ് മാറ്റിലാണ് അവർ ഇതെല്ലാം ആക്ഷൻസൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും അവിടെയൊക്കെ ഒത്തിരി പണിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ഗെയിം കാണുന്ന ഒരു ഫീല്, ഒരു കബഡി കളി റിയാലിറ്റിയിൽ കാണുന്ന ആ ഒരു എഫക്റ്റ് ആ ഒരു സീക്വൻസുകളിലൊക്കെ എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ കുറച്ച് അധികം കബഡി കയറി വന്നപ്പോഴത്തേക്ക് ഇത് വെറും കബഡി കളിയിൽ ഒതുങ്ങുമോ എന്ന് തോന്നി. പക്ഷേ അങ്ങനെയല്ല. പിന്നെ സിനിമ അങ്ങോട്ട് ട്രാൻസ്ഫോം ആവുന്നിടത്തുനിന്ന് പിന്നെ ആ ഒരു വഴിയിലോട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ തുടക്കം മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്നായി കണക്റ്റ് ആയിരുന്നു കണ്ട സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. സിനിമ ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി വർക്കായി. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന സിനിമകളിൽ ഇത് കയറി കൊളുത്താനുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ എനിക്ക് വർക്കായതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.